ഹലോ ഗെയ്സ്, എല്ലാവർക്കും സിയ മൂവീസ് ടാക്കീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. പൃഥ്വിരാജിൻ്റെ ഓണം ഫിലിമാണ്. പിന്നെ വൈശാഖിൻ്റെ മൂവിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. വൈശാഖ് പോക്കിരി രാജയാണ് അവസാനമായിട്ട് ചെയ്ത മൂവീസ്. വൈശാഖ് എന്ന് വെച്ചാൽ ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനാണ്. പിന്നെ പൃഥ്വിരാജ് ബിഗ് ബജറ്റ് ഫിലിമാണ്. പിന്നെ അതിഥിയായിട്ട് നമ്മുടെ മോഹൻലാൽ വരുന്നുണ്ട്. അതൊരു ഫ്രീക്വൻസി ലെവലിൽ അതിഥിയാണെങ്കിൽ കൂടിയും അതൊരു ഫിലിമിൻ്റെ ഒരു ഗെറ്റപ്പിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു റോളുമായിട്ടാണ് നമ്മുടെ മോഹൻലാൽ വരുന്നത്. മോഹൻലാൽ ഫാൻസും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഫാൻസിനും ഒരുപോലെ സന്തോഷിക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണൽ പറയാന്ന് വെച്ചെങ്കിൽ പൃഥ്വിരാജ് അടിച്ചടക്കി പൊടുക്കി തന്നിക്കാണ് കയ്യിൽ. എന്താ വെച്ചാൽ അത്രയും ഞാൻ ഇതിലൊരു സൈഡ് ഭാഗങ്ങൾ കാണിച്ചു തരാം, അതൊന്ന് കണ്ടിട്ട് നമുക്കൊന്ന് നോക്കാം. പൃഥ്വിരാജ് 1 മിനിറ്റുള്ള ഒരു ഇതുണ്ട്, അത് കോപ്പിറൈറ്റ് പ്രമാണിച്ചിട്ട് ഞാനത് സൈലൻ്റ് ആക്കിയിട്ട് എൻ്റെ ഒരു BGM കയറ്റിയാണ്. കോപ്പിറൈറ്റ് കിട്ടില്ല എന്ന് വിചാരിക്കണം. ഒന്ന് കണ്ടു നോക്ക്. കണ്ടില്ല? ആക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയാണത്. പൃഥ്വിരാജിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. നല്ലൊരു മൂവീസിൻ്റെ ഒരു ഓണത്തിന് കളറാക്കാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദുൽഖറിൻ്റെയും പൃഥ്വിരാജും പിന്നെ നിവിൻ പോളിൻ്റെയും കൂടി വരലുണ്ട്. നിവിൻ പോളിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ടില്ല ഞാനിപ്പോൾ. ഖലീഫ ഡീറ്റെയിൽസ് നോക്കാൻ കാരണം തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിൽ വയലത്തൂർ ഭാഗത്ത് കുറച്ച് ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ തന്നെ ഷൂട്ടിങ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം പടം കത്തി കയറാൻ സാധ്യതയുണ്ട്. പിന്നെ ഗോൾഡ് പരമായിട്ടാണ് ഇതിൻ്റെ ഒരു കഥാസാരം പറയാന്ന് വെച്ചെങ്കിൽ സ്മഗ്ലിങ് എന്ന് വെച്ചാൽ സ്വർണ്ണക്കടത്ത് തന്നെയാണ് ഒരുവിധം ഫിലിം. പക്ഷേ ഡിഫറൻസ് എന്തെങ്കിലും വൈശാഖായ കാരണം എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല. എന്താ വെച്ചാൽ വൈശാഖിൻ്റെ ഈ പ്രൊഡക്ഷനിൽ വരുന്നത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്. പോക്കിരി രാജയ്ക്ക് എത്രയായി? പോക്കിരി രാജ ഇറങ്ങിയിട്ട് ഒരു കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് വൈശാഖ് ഈ ഫീൽഡിലേക്ക് ഒരു പുതിയൊരു ചിത്രം ഓണത്തിനാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ കൗതുകമായിട്ട് എല്ലാവർക്കും കാണാൻ ഭയങ്കര താല്പര്യം, ഇഷ്ടമൊക്കെ ഉണ്ടാവും. എന്തായാലും സിനിമ വിജയിക്കും എന്ന് തന്നെയാണ് പറയണത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രക്ഷയില്ല കേട്ടോ. ട്രെയിലറിൽ ഞാൻ BGM കയറ്റിയതാണ് ഇതിൻ്റെ കോപ്പിറൈറ്റ് പേടിച്ചിട്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചാൽ അങ്ങനെ വേണം. പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒരു കാസർഗോൾഡ് എന്നുള്ളൊരു ഫിലിം വന്നിരുന്നു, സ്മഗ്ലിങ്. അത് അത്ര കണ്ട് വിജയിച്ചിട്ടില്ല ഇതിൻ്റെ അത്രക്ക്. അത് തിയേറ്ററിൽ നിന്ന് റെസ്പോൺസ് കിട്ടിയില്ല. അത് പെർഫോമൻസ് ലെവൽ ആസിഫ് അലി അഭിനയിച്ചിട്ടാണ്. പെർഫോമൻസ് ആസിഫ് അലി ഓക്കെ ആണെങ്കിൽ കൂടി എന്തോ അത് ആളുകളിലേക്ക് കണ്ട് സ്വീകാര്യത ആയിട്ടില്ല. പക്ഷെ പൃഥ്വിരാജ് എന്ന് വെച്ചാൽ കടുവ കിടുക്കിയ മാതിരി അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് ഭയങ്കര മത്സരമാവും കേട്ടോ. ദുൽഖറിൻ്റെ ഒരു വേറെ തന്നെ ഞാൻ റിവ്യൂ പറയുന്നുണ്ട് ദുൽഖറിൻ്റെ. ഇത് പൃഥ്വിരാജ് പിന്നെ അതിഥിയായിട്ട് മാമ്പറ്റ തറവാട്, ഭയങ്കര തറവാടും പേരൊക്കെ ഉള്ള ഷാറാവേരാണ്. മാമ്പറ്റ തറവാട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണ്. അടിപൊളി ഒരു തറവാട്ടും പേര് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് എനിക്ക് തോന്നിയത്. അമ്പുറം ബാവ എന്നിട്ടൊരു വലിയേട്ടനിൽ പറഞ്ഞ മാതിരി മാമ്പറ്റ തറവാട് എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഫേമസ് ആയ ഒരു തറവാട് തന്നെയാണ്. എന്തായാലും എല്ലാം കൊണ്ടും ഈ ഓണം തൂത്തു വാരി പൃഥ്വിരാജ് കയ്യിൽ തരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊക്കെ സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളതൊന്നും നമുക്ക് സ്ക്രീനിൽ ഫസ്റ്റ് ഷോ കണ്ടിട്ട് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. ഇത് ട്രെയിലർ ടീസറൊക്കെ കണ്ടിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഓണത്തിന് ഏറ്റവും ബെസ്റ്റ് ഫാമിലിയും കളർഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഫിലിമാണ് ഞാൻ ദുൽഖറിനൊക്കെയും ഒന്നുകൂടി റെക്കമെൻഡേഷൻ. എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യേണ്ടത് നമ്മളെ പൃഥ്വിരാജിൻ്റെ ഫിലിമിനെ ആണ്. ദുൽഖറിൻ്റെ ഫിലിമെന്ന് വെച്ചാൽ അതൊരു വേറെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. സിയ മൂവീസ് ടാക്കീസിൽ ഇനിയും ഫിലിമിനെ പറ്റിയിട്ടുള്ള പുതിയ പുതിയ അറിവുകളും എനിക്ക് കിട്ടുന്ന അറിവുകളും എൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് വന്ന് എഴുതിയുണ്ടാക്കിയ അറിവുകളും ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.